ഹായ്. ഇന്നൊരു കഥയല്ല പറഞ്ഞു. ഞാൻ എനിക്കൊരു കാര്യം പറഞ്ഞുതരാം. മനുഷ്യത്വം മനുഷ്യത്വം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാം. മൃഗത്തിൻ്റെ സ്വഭാവം മൃഗീയെന്ന് പറയും, മനുഷ്യൻ്റെ സ്വഭാവം മനുഷ്യത്വം എന്ന് പറയും കേട്ടാ. അപ്പോൾ മനുഷ്യന്മാർക്ക് എന്തുണ്ടാവണം? മനുഷ്യത്വം ഉണ്ടാവണം. അപ്പോൾ മനുഷ്യത്വത്തിന് ഞാൻ 2 എക്സാമ്പിൾ പറയാം. നമ്മൾ സുഹൃത്തുക്കളെടുത്ത് സ്നേഹം തോന്നുന്നത് അവർ നമ്മളെ സുഹൃത്തായതുകൊണ്ടാണ്. നമ്മുടെ ബന്ധുക്കളെടുത്ത് നമ്മൾ സ്നേഹം തോന്നുന്നത് നമ്മളെ ബന്ധുക്കളായതുകൊണ്ടാണ്. മനുഷ്യ സ്നേഹം എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ അതിനെ ഡിഫൈൻ ചെയ്യാൻ പറ്റുക, എങ്ങനെ അത് വിശദീകരിക്കാൻ പറ്റുക? ഞാൻ 2 എക്സാമ്പിൾ പറയാം. ഒരാൾ ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറി ഒരു ചേച്ചി ബസ്സിൽ കയറുന്നു. ബസ്സിൽ കയറി സീറ്റിലിരുന്നു. ആ സമയം തൊട്ട് പുറകിൽ തന്നെ ഒരു അമ്മൂമ്മ ബസ്സിലേക്ക് കയറുന്നു. അപ്പോൾ ബസ്സിലെ സീറ്റെല്ലാം ഫുള്ളായ സമയത്ത് ഈ പെണ്ണുങ്ങൾ അമ്മൂമ്മ കയറി വരുന്നത് കണ്ടപ്പോൾ പെണ്ണുങ്ങൾ വിചാരിച്ചു, അമ്മൂമ്മേനെ കണ്ട എഴുന്നേറ്റ് സീറ്റ് കൊടുക്കണമല്ലോ എന്ന് വിചാരിച്ച് പെണ്ണുങ്ങൾ എന്ത് ചെയ്തു? എഴുന്നേറ്റ് സീറ്റ് കൊടുക്കാതെ പുറത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു. അപ്പോൾ അമ്മൂമ്മ ഒന്നും മിണ്ടാതെ സീറ്റിനടുത്ത് നിന്നു. പെണ്ണുങ്ങളെ സുഖമായിട്ട് സീറ്റിലിരുന്ന് യാത്ര ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ബസ് ഒരു സ്റ്റോപ്പിലെത്തിയപ്പോൾ ഈ പെണ്ണുങ്ങൾക്ക് ഇറങ്ങണം. സ്ത്രീ ഇറങ്ങാൻ വേണ്ടി നോക്കി, ഈ അമ്മൂമ്മനെ തട്ടി മാറ്റിക്കൊണ്ട് ഇറങ്ങാൻ വേണ്ടി നോക്കി. അമ്മൂമ്മക്കും അതേ സ്റ്റോപ്പിൽ ഇറങ്ങേണ്ടതായിരുന്നു. സ്ത്രീ ഇറങ്ങുന്ന സമയത്ത് കാല് തട്ടി റോഡിലേക്ക് വീഴാൻ പോയി. ആ സമയം അമ്മൂമ്മ ഇങ്ങനെ പിടിച്ച് നോക്കുമോളെ, നോക്കി ഇറങ്ങുമെന്ന് പറഞ്ഞു. ചേർത്ത് പിടിച്ചത് കൊണ്ട് എന്തായി? ആ ചേച്ചി വീണില്ല. അപ്പോൾ അമ്മൂമ്മയുടെ സ്നേഹം എന്താ? അമ്മൂമ്മയുടെ സ്നേഹം മനുഷ്യ സ്നേഹം എന്ന് പറയാൻ പറ്റും. അമ്മൂമ്മക്ക് കയറിയപ്പോൾ ആ പെണ്ണുങ്ങൾ സീറ്റ് കൂടി കൊടുത്തില്ല. എന്നിട്ട് കൂടി ഇറങ്ങാൻ നേരം ആ പെണ്ണുങ്ങൾ വീണ് പോകുന്ന സമയം ആ പെണ്ണുങ്ങളെ ചേർത്ത് പിടിച്ചു അമ്മൂമ്മ. അത് അമ്മൂമ്മേൻ്റെ സ്നേഹമാണ്. അപ്പോൾ ആ പെണ്ണുങ്ങൾക്ക് എപ്പോഴും കുറ്റബോധമായിരുന്നു. അയ്യോ, ഞാൻ ആ അമ്മൂമ്മ കയറി വരുമ്പോൾ സീറ്റ് കൂടി കൊടുത്തില്ലല്ലോ, എന്നിട്ട് കൂടി അമ്മൂമ്മ എന്നോട് ചേർത്ത് പിടിച്ചില്ലേ. അതാണ് ഒരു മനുഷ്യ സ്നേഹത്തിൻ്റെ എക്സാമ്പിൾ. ഇന്നൊരു എക്സാമ്പിൾ പറയാം. നമ്മൾ ഇന്ന് ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയില്ലേ? നമ്മൾ 2 ഭക്ഷണം കഴിക്കാനിരുന്നു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഇഷ്ടംപോലെ സീറ്റ് ഒഴിഞ്ഞു കിടന്നിട്ട് കൂടി ഒരാൾ വന്ന് നമ്മുടെ സീറ്റിന് നേരെ ഓപ്പോസിറ്റ് സീറ്റിൽ വന്നിരുന്നു, തൊട്ടടുത്ത് വന്നിരുന്നു. എന്താടാ, നമ്മൾ 2 ഒരു പ്രൈവസിക്ക് കടയിൽ വന്നിട്ട് ഭക്ഷണം കഴിക്കാനിരുന്ന സമയത്ത് ഇങ്ങനെ ഒരാൾ മുമ്പിൽ വന്നിരുന്ന എന്താ ചെയ്യുക? അയാളെ വസ്ത്രങ്ങളെല്ലാം കുറച്ച് മുഷിഞ്ഞിട്ടുണ്ടായിരുന്നു, കാണാനും അത്ര രസമില്ല. നീ എല്ലാം അങ്ങനെ നോക്കുന്നില്ലേ? നല്ല ആളോടല്ലേ നീ എല്ലാം വർത്താനം പറയല്ലോ? അങ്ങനെയൊന്നുമല്ല, എല്ലാവരും മനുഷ്യന്മാരാണ്. അപ്പോൾ നമ്മളാണ് ആദ്യം പോയിരുന്നത് അല്ലേ? അപ്പോൾ നമുക്ക് വേണ്ട ഭക്ഷണം അവിടെ സപ്ലയർ തന്നിട്ടുണ്ടായിരുന്നു. അയാൾ വന്നിരുന്നതേ ഉള്ളൂ. പെട്ടെന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നത് തൊണ്ടയ്ക്ക് ഭക്ഷണം പിടിച്ചു. അവിടെ ഭക്ഷണം എത്തിയിട്ടുണ്ടെങ്കിൽ വെള്ളം എത്തിയിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ വിക്കലെടുത്ത് നാക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് ഇരുന്ന ആൾ കയ്യിലുള്ള ബോട്ടിൽ വെച്ചിട്ട് നമുക്ക് നീട്ടിത്തന്നു. അപ്പോൾ അയാൾ എങ്ങനെ ഉണ്ടെന്ന് കൂടി നോക്കിയിട്ടില്ല. പെട്ടെന്ന് നമ്മൾ വെള്ളം വാങ്ങിയിട്ട് കുടിച്ചു. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ അയാളെ കണ്ടവർ എന്താ വിചാരിച്ചേ? മോശം ആൾ, എത്ര വൃത്തികെട്ട മനുഷ്യൻ, എത്ര സീറ്റ് ഉണ്ടായിട്ട് നമ്മളടുത്ത് വന്നിരിക്കുന്നു, അങ്ങനെ ഒരു തോന്നലുണ്ടായില്ലേ? അപ്പോൾ അയാളൊന്നും ചിന്തിക്കാതെ നമുക്കൊരു വിക്കൽ വന്നേരം വെള്ളം എടുത്ത് തന്നില്ലേ? അതും മനുഷ്യ സ്നേഹമെന്ന് പറയാം. നമ്മുടെ ഏട്ടനോടും അനിയനോടും കൂട്ടുകാരോടെല്ലാം തോന്നുന്നത് നമ്മളെ കൂട്ടുകാരും ഏട്ടനും അനിയനും ബന്ധുക്കളും ആയതുകൊണ്ടുള്ള സ്നേഹമാണ്. അപ്പോൾ മനുഷ്യരോട്, എല്ലാവരോടും മനുഷ്യന്മാരെന്ത് കാണിക്കണം? സ്നേഹം കാണിക്കണം കേട്ടോ. എല്ലാവരും മനുഷ്യനാണ്, എല്ലാവർക്കും ജീവനുണ്ട്. മനുഷ്യന്മാർക്കെല്ലാം എന്ത് ഉണ്ടാവും? മനുഷ്യത്വം ഉണ്ടാവണം. അപ്പോൾ എല്ലാ മനുഷ്യന്മാരോടും നമ്മൾ എന്ത് കാണിക്കണം? സ്നേഹം ഉണ്ടാവണം കേട്ടോ. മനസ്സിലായോ? നിനക്കുണ്ടോ എല്ലാ മനുഷ്യരോടും സ്നേഹം? ഉണ്ടോ? അപ്പോൾ എല്ലാ മനുഷ്യരെയും മനുഷ്യനായിട്ട് കാണാനും സ്നേഹിക്കാനും പഠിക്കണം കേട്ടോ. ഓക്കെ, താങ്ക് യു. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ വീഡിയോ ഓടിക്കൂല.